ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് അഷ്ടമുടി മണക്കടവ് എന്ന സ്ഥലത്താണ്. നമ്മൾ മൺട്രോത്തുരുത്തൊക്കെ പോകാൻ പറ്റും ഇവിടെ നിന്ന് വന്നാൽ. ഞങ്ങൾ വന്നതൊരു ശനിയാഴ്ചയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല രസമാണ്. വന്ന് കണ്ടപ്പോഴേ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു ഫ്രണ്ട്സുമായിട്ടായിരുന്നു വന്നത്, ഫാമിലിയുമായിട്ട്. അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ജീവനാണ്, ജീവിക്കണം, അഷ്ടമുടി എന്നൊക്കെ. അവിടെ ചെല്ലുമ്പോൾ ഒരു മെസ്സേജൊക്കെ തരും, നമുക്ക് അവിടെ വേസ്റ്റ് ഒന്നും ഇടരുതെന്ന്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കിവിടെ വേലിയേറ്റ സമയമായിരുന്നു. അതായിരുന്നു നിങ്ങൾ കാണുന്നത്. വെള്ളം നമ്മളെ നടപ്പാതയിൽ കയറി പോകുന്നതാണ്. വേലിയേറ്റ സമയത്താണ് ഞാൻ വന്നത്. നമുക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ബോട്ടുകൾ കാണാൻ പറ്റും. 2 പേര് 3 പേര് അടങ്ങുന്ന ബോട്ടുകളുണ്ട്. കൊട്ടവഞ്ചിയുണ്ട്. അത് ഫൈബറിലാണ് അവർ തീർത്തിരിക്കുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ സൈഡിൽ നിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പിന്നെ കൊട്ടവഞ്ചി പോകണോ, ബോട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും കയറിയില്ല. നമ്മൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് കരുതി. പക്ഷേ കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ കയറാനും പറ്റിയില്ല. നല്ല വേലിയേറ്റമാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം. അവിടെ കോൺക്രീറ്റ് ഇളകി ഇരിപ്പുണ്ട്. ശ്രദ്ധിച്ച് വേണം കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. അവിടെ നിന്നിട്ടുള്ള ആ വ്യൂ കണ്ടോ നിങ്ങൾ? നല്ല രസമില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്? കുട്ടവഞ്ചിയിൽ നടുക്ക് അത് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ നടന്ന് വരികയാണ്. അപ്പം അവർ പറയുന്നുണ്ട്, ഫ്രണ്ട് പറയുന്നുണ്ട്, അവിടെ അതിലെ നടക്കരുത്, അത് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ദൂരോട്ട് നോക്കിയേ, കണ്ടോ കുറേ പേര് വഞ്ചിയിലും ഹൗസ് ബോട്ടിലും ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടോ? അതാണ് കണ്ടൽക്കാട്. അതിൽ അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമാണ്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ. നമുക്കിവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്പളം, പടപ്പക്കര ഏരിയയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അക്കരക്കരയാണ് കാണാൻ കഴിയുന്നത്. അവിടെ കുഞ്ഞു പിള്ളേരും എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്. നല്ല രസമാണ്. നമുക്ക് സമയം പോകുന്നതേ അറിയാൻ പറ്റിയില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാം. ഒരു എൻട്രി ഫീയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഇഷ്ടംപോലെ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. മനസ്സിനൊരു തളർമയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിയൊക്കെ പോകുന്നുണ്ട്. ജാക്കറ്റൊക്കെ ഉപയോഗിച്ചാണ് അവർ സ്ക്വാഡൊക്കെ വഞ്ചി ഇറക്കിയേക്കുന്നത്. നല്ല രസമാണ്. എനിക്ക് ആ പ്രകൃതി ഭംഗി നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് വന്നു. അങ്ങനെ അവർ അവിടെ ഇരിക്കാമെന്ന് കരുതി അവിടെ ഇരുന്നു. ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. വഞ്ചിയിലെ കുഞ്ഞുങ്ങളും കുട്ടികളുമൊക്കെ പോകുന്നത് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഈ സൈഡിലൊരു കണ്ടൽക്കാടുണ്ട്. തിരിച്ചു പോകുമ്പോൾ അതിനകത്തുനിന്നൊരു വേരിറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കടയിൽ നിന്നും സ്നാക്സ് വാങ്ങിച്ചു. സ്നാക്സ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ നല്ലതായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ആ പ്രകൃതി ഭംഗിയും കാര്യങ്ങളും. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ചപ്പുണ്ട്. പിന്നെ ചിത്രശലഭങ്ങൾ കൂട്ടുന്ന ഒരു പൂവുണ്ട് ഇവിടെ. അത് കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ കുറിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു ഇങ്ങനെ നിൽക്കുവാണ്. കണ്ടോ, ഫാമിലിയായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, നല്ല ഭംഗിയാണ്. അപ്പോൾ അക്കരെ നിന്നും ഒരു വള്ളത്തിൽ നിന്നും എനിക്ക് ടാറ്റ തന്നു. ഞാനും തിരിച്ച് ടാറ്റ കൊടുത്തു. കുറേ സ്കൂൾ കുട്ടികളാണത്. അവരത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോവുകയാണ്. അതൊരു ഹൗസ് ബോട്ടാണ് കേട്ടോ, ഹൗസ് ബോട്ടിലാണ്. അതിനകത്ത് നല്ല പാട്ടും ഒക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. നല്ല രീതിയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവരും പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടും വെള്ളം വരുന്നുണ്ട്. അങ്ങനെയും ഞങ്ങൾ ആ തീരത്തൂടെ, ആ ചാരത്തൂടെ ഞങ്ങൾ നടന്നു കണ്ടു. നല്ല രസമാണ്. നിങ്ങൾക്കും ഇവിടെ വരാം. നമുക്ക് വണ്ടിയിൽ തന്നെ ഇവിടെ തന്നെ വരാം. ഒരു തടസ്സവും ഉണ്ടാകുകയില്ല. വരുന്നതിനും പോകുന്നതിനും ഒരു എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. ഉണ്ട്. ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ പോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് ഞങ്ങൾ അതിനകത്തൊന്നും കയറാഞ്ഞത്. അതിനകത്തൊക്കെ ഫീസൊക്കെ ഉണ്ട് കേട്ടോ. 150 രൂപയും 200 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്.
നല്ല രീതിയിൽ അവർ കുറച്ചാണ് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫീ വാങ്ങിക്കുന്നത്. നിങ്ങൾക്കും ഇവിടെ വന്ന ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം, സന്തോഷിക്കാം. അങ്ങനെ ഞാൻ കണ്ടൽക്കാട് കണ്ടൽക്കാടിൻ്റെ അടുത്തോട്ട് പോയി. പക്ഷേ എനിക്കതിൽ നിന്നും അതിലൊരു വേര് പിച്ചണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയില്ല.